ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റുകൾ അറിയിക്കണേ. അങ്ങനെ ജിന്നിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥ തുടരുന്നു. അങ്ങനെ അങ്ങനെ അവൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടല്ലോ. ജ്വല്ലറി അവളുടെ പേരിലാണല്ലോ ആക്കി വെച്ചിട്ടുള്ളത്. അവൾ നോക്കി നടത്തുകയും ഇത്ര വർഷം വരെ നോക്കി നടത്തിയാൽ മാത്രമേ അവൾക്ക് അതിൻ്റെ ഉടമസ്ഥയായി നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റാർക്കും അവകാശമില്ല എന്നും. പക്ഷെ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ വിചാരം അവൾക്ക് ഇതൊക്കെ പറ്റുമെന്നാണ്, അവർക്ക് എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ്. പക്ഷേ ഇങ്ങനൊരു ട്രാജഡി കൊടുത്തിട്ടുള്ള അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അവർ ഇതൊക്കെ പറഞ്ഞു. ഓഫ്നേജ് അല്ലേ സിസ്റ്റർമാർ എല്ലാം പറഞ്ഞപ്പോൾ അവളും ഞാനിപ്പോൾ എന്താ ചെയ്യുക സിസ്റ്ററെ എന്നൊക്കെ ചോദിച്ചു. മോൾ എന്തായാലും മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തു, എന്നതിൻ്റെ ശേഷം നമുക്ക് ഒരു തീരുമാനത്തിൽ എത്താം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജിന്നിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഒന്നും പറയണ്ട. ഇവൻ കലിപ്പൻ ചെക്കനാണല്ലോ. കലിപ്പൻ വെച്ചാൽ ഭയങ്കര കലിപ്പൻ കുറച്ച് ദിവസം 2 ദിവസമായിട്ട് കുറച്ച് സോഫ്റ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പെണ്ണിന് ഉള്ളിലൊരു പേടി എന്താണെന്ന് അറിയാഞ്ഞിട്ട്. അവൻ കണ്ടിട്ടുണ്ടല്ലോ ഇവളുടെ വെള്ളാരം കണ്ണുള്ള പൂച്ചക്കണ്ണുകൾ, അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഇവൾക്കറിയില്ലല്ലോ. പക്ഷേ അവൻ്റെ ഉള്ളിൽ മാലാക പെണ്ണിൻ്റെ ആ രൂപം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഇടയിൽ അവൻ്റെ നോട്ടം ഇവളുടെ മുഖത്തോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കണ്ണുകൾ ഉടക്കിയെങ്കിലും പെട്ടെന്ന് തിരിച്ചു. അങ്ങനെ അവിടെ വെച്ച് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ആ സമയത്ത് അവിടെ വെച്ച് ഒരു സജിത്ത് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ അവൾ പരിചയപ്പെട്ടു. അവനാണെങ്കിൽ ഭയങ്കര പഞ്ചാര കേട്ടോ. പഞ്ചാര എന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര പഞ്ചാര. കുട്ടീനെ എങ്ങനെ വളർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാട്ടോ അവൻ നടക്കുന്നത്, പറയണ്ട. അങ്ങനെ സജിത്ത് ഇവളോട് പേരും എല്ലാം ചോദിച്ചു. മാരേജ് എല്ലാം കഴിഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞു. സജിത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ കലിപ്പൻ ചെക്കൻ ഇവളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കലിപ്പൻക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല. പൊതുവേ അവൾ ആരോടും സംസാരിക്കാൻ അവനക്ക് ഇഷ്ടമേ അല്ല. പ്രത്യേകിച്ച് അവൻ്റെ മാലാക പെണ്ണാന്നുള്ള സംശയം കൂടി ആയപ്പോൾ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്തിന് പറയണം, കലിപ്പ്, കലിപ്പ്. അങ്ങനെ ഇവൻ്റെ എല്ലാ ചോദ്യത്തിനും മറുപടിയൊക്കെ കൊടുത്തുട്ടോ. അങ്ങനെ ഇവൾ ചോദിച്ചു, നീ മാരേജ് കഴിച്ചോ? നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെയാണ് പഠിച്ചത്? പിന്നെ ഇപ്പോൾ സ്ഥാപനത്തിൽ ആണ് വർക്ക് ചെയ്യുന്നത്? കമ്പനിയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടോ. ഇവനെല്ലാത്തിനും മറുപടിയൊക്കെ കൊടുത്തു. എനിക്കൊരു സിസ്റ്ററും ഉണ്ട്, അവൾ ഇങ്ങനെ മാരേജ് നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ കുട്ടിയുടെ നമ്പർ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, നമ്പർ ഒന്നും തരാൻ പറ്റില്ല, ഇൻസ്റ്റഡി മതിയോ എന്നൊക്കെ ചോദിച്ചു, കളിയാക്കിയിട്ട് കേട്ടോ. കൊള്ളാലോ, നല്ല തമാശക്കാരിയാണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടോ 2 പേരും. ഇവനക്ക് അത്ര ദഹിക്കുന്നില്ല കേട്ടോ, നമ്മളെ കലിപ്പൻ ചെക്കനെ ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ കലിപ്പൻ എന്ത് ചെയ്തു, ഫോൺ എടുത്തിട്ട് അവൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയാണ് നിൽക്കുന്നത്? ഒന്നും കാണാത്ത മാതിരി. ഞാനിവിടെ ഉണ്ട് സാർ, എവിടെ ഫ്ലോറിലുണ്ട് സാർ, എവിടെയാണ്? ഞാൻ മേലത്തെ ഫ്ലോറിലുണ്ട്, നീ അങ്ങോട്ട് വാ, ആ ഫയലെല്ലാം എടുത്ത്. ഓക്കെ സാർ. അപ്പോൾ ഇവനോട് പറഞ്ഞു, ഞാൻ പോട്ടെ കേട്ടോ, ബോസ് വിളിക്കുന്നുണ്ട്. ഓക്കെ ചെല്ല്. നല്ല കലിപ്പാണല്ലോ ബോസ്. അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പോയിട്ടോ. അങ്ങനെ പോകുന്ന പോക്കിൽ
ഇവൾ സ്റ്റെപ്പ് കയറിയായിരുന്നു കേട്ടോ. ലിഫ്റ്റ് വർക്ക് ചെയ്തിരുന്നില്ല. സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അവളെ ഒരു കസിൻ സിസ്റ്ററെ കണ്ടു കേട്ടോ. കസിൻ സിസ്റ്ററെ കണ്ടപ്പോൾ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം നീ എന്താ ഇവിടെ? ഞാനൊന്നുമില്ല, എൻ്റെ ജോലി സമ്മതമായി ഞാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാനിവിടെയാണ് എനിക്ക് മാരേജ് കഴിച്ചു കൊടുന്നത്. പിന്നെ ഇവിടെ ഒരു കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. നീ ഏത് കമ്പനിയിലാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവൾ എല്ലാം മറുപടിയൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് വലിയ സംസാരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കസിൻ സിസ്റ്റർക്ക് വേറെ ഒന്നുമല്ല കേട്ടോ. അവളിപ്പോൾ എവിടെയാണ്, എന്താണ്, ആരുടെ കൂടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇവളെ കിട്ടിയെങ്കിലല്ലേ ബാക്കിയുള്ള സ്വത്തും കൂടി ഇവൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇവർക്കെല്ലാവർക്കും പങ്കിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാട്ടോ കുട്ടീനെ തപ്പി നടക്കുന്നത്, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടുമൊന്നുമല്ല. പക്ഷെ പാവം പെണ്ണ്, എന്തിനു പറയണം, എല്ലാത്തിനും ഒരു ഇരയായി മാറിയ ഒരു പെണ്ണ്. ജീവിതം മൊത്തം മടുത്ത ഒരവസ്ഥയിൽ കൂടെ കേട്ടോ അവൾ കടന്നുകൂടി പോകുന്നത്. കാരണം വെച്ചാൽ അവളുടെ ഉള്ളിൽ ഫുള്ളും ഇങ്ങനെ പറഞ്ഞ് കേട്ടല്ലോ, കലിപ്പഞ്ചക്കൻക്ക് വേറെ ഒരാളുണ്ടെന്ന്.